സ്വന്തം വീടും പുരയിടവും വിറ്റ് കയ്യിലുള്ള അവസാനത്തെ പൈസയും കൊണ്ട് മനുഷ്യർ റോഡിൽ ക്യൂ നിൽക്കുന്നു. ലക്ഷ്യം ഒന്നേയുള്ളൂ, കയ്യിലുള്ള പണം ഇരട്ടിയാക്കണം. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം അവർക്ക് മനസ്സിലായി, തങ്ങൾ വിശ്വസിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകാരെയാണെന്ന്. രോഷം കത്തിയമർന്നപ്പോൾ ജനങ്ങൾ കയ്യിലെടുത്തത് AK-47 തോക്കുകളായിരുന്നു. പോലീസ് സ്റ്റേഷനുകൾ തകർക്കപ്പെട്ടു, സൈനിക ക്യാമ്പുകൾ കയ്യേറപ്പെട്ടു. രാജ്യം ഭരിച്ച സർക്കാരും സൈന്യവും ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി. വെറുമൊരു സാമ്പത്തിക തട്ടിപ്പ് ഒരു രാജ്യത്തെ തന്നെ പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞു. ലോക ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന അധ്യായം. ആ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ജനത തന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് പണക്കാരനാകണമെന്ന അതിമോഹം ഒരു രാജ്യത്തെ തന്നെ ആഭ്യന്തര യുദ്ധത്തിലേക്കും ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കും തള്ളിവിട്ട ചരിത്രമാണ് 1997 അൽബേനിയയിൽ സംഭവിച്ചത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ പിരമിഡ് സ്കീം തട്ടിപ്പ് ഒരു ജനതയെയും അവരുടെ സർക്കാരിനെയും എങ്ങനെയാണ് പൂർണ്ണമായി നശിപ്പിച്ചത് എന്നതിന്റെ ഞെട്ടിക്കുന്ന ചരിത്രമാണിത്. യൂറോപ്പിലെ ഏറ്റവും ദരിദ്രവും ഒറ്റപ്പെട്ടതുമായ ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഇരുണ്ട നാളുകളിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും മുതലാളിത്തത്തിലേക്കും മാറിയ കാലത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തിയും സാമ്പത്തിക സാക്ഷരതയുടെ ഇല്ലായ്മയും ഭരണാധികാരികളുടെ അനാസ്ഥയും ഒത്തുചേർന്നപ്പോൾ അൽബേനിയയിൽ കത്തിയമർന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമായിരുന്നു. ഈ വലിയ തകർച്ചയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ 1990കളുടെ തുടക്കത്തിലെ അൽബേനിയൻ ചരിത്രം നാം അറിയേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം എൻവർ ഹോജ എന്ന കടുത്ത സ്റ്റാലിനിസ്റ്റ് ഏകാധിപതിയുടെ കീഴിലായിരുന്നു അൽബേനിയ. ലോകത്തിലെ ഏറ്റവും അടച്ചുപൂട്ടപ്പെട്ട, ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു അൽബേനിയ. സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുന്നതോ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതോ സ്വന്തമായി ബിസിനസ് നടത്തുന്നതോ അക്കാലത്ത് അവിടെ നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ 1991-92 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അൽബേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും അവസാനിച്ചു. രാജ്യം പെട്ടെന്ന് തന്നെ ജനാധിപത്യത്തിലേക്കും മുതലാളിത്തത്തിലേക്കും ചുവടുമാറ്റുകയും സാലി ബെമിഷ രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന അൽബേനിയൻ ജനതയ്ക്ക് മുന്നിലേക്ക് പെട്ടെന്ന് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നു ചേർന്നുവെങ്കിലും ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതി എന്താണെന്നോ ബാങ്കിംഗ് ഇടപാടുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്നോ ഉള്ള യാതൊരുവിധ അറിവോ പരിചയമോ ആ ജനതയ്ക്കില്ലായിരുന്നു. ഈ വലിയ അറിവില്ലായ്മയിലേക്കാണ് പിരമിഡ് തട്ടിപ്പുകാർ ബലവിരിച്ചെത്തിയത്. അക്കാലത്ത് അൽബേനിയയിലെ ഔദ്യോഗിക ബാങ്കിംഗ് സംവിധാനം വളരെ ദുർബലമായിരുന്നു. ജനങ്ങൾക്ക് വായ്പകൾ നൽകാനോ അവരുടെ സമ്പാദ്യങ്ങൾക്ക് കൃത്യമായ പലിശ നൽകാനോ അവിടുത്തെ ബാങ്കുകൾക്ക് കഴിഞ്ഞില്ല. ഈ വിടവ് നികത്താൻ രാജ്യാന്തര തലത്തിൽ കള്ളക്കടത്തും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയിരുന്ന ചില അനൌദ്യോഗിക ധനകാര്യ സ്ഥാപനങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. തുടക്കത്തിൽ ഇവർ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് കൃത്യമായി പലിശ നൽകി വിശ്വസ്തത പിടിച്ചുപറ്റി. പതുക്കെ പതുക്കെ ഈ കമ്പനികൾ ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്നതിന് പകരം പുതിയതായി ചേരുന്ന ആളുകൾ നൽകുന്ന പണം ഉപയോഗിച്ച് പഴയ ആളുകൾക്ക് ഉയർന്ന പലിശ നൽകുന്ന രീതിയിലുള്ള പിരമിഡ് സ്കീമുകളായി മാറി. ആളുകളെ ആകർഷിക്കാൻ മാസം 10% മുതൽ 30% വരെ പലിശ നൽകുന്ന വിശ്വസിക്കാൻ കഴിയാത്ത തരം ഓഫറുകളാണ് ഇവർ നൽകിയത്. അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അടുത്ത മാസം 30,000 രൂപ പലിശയായി മാത്രം ലഭിക്കും. കേൾക്കുമ്പോൾ വിഡ്ഢിത്തമെന്ന് തോന്നാമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അൽബേനിയൻ ജനത ഇത് പൂർണ്ണമായി വിശ്വസിച്ചു. 1996 ആയപ്പോഴേക്കും അൽബേനിയയിൽ വെഫ, സുഡ, പോപ്പുല്ലി, കിസ്ഫരി തുടങ്ങിയ 2 ഡസനോളം വലിയ പിരമിഡ് കമ്പനികൾ ഉയർന്നു വന്നു. ഈ കമ്പനികളുടെ ഓഫീസുകൾക്ക് മുന്നിൽ പണം നിക്ഷേപിക്കാനായി ജനങ്ങളുടെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. അധ്യാപകരും ഡോക്ടർമാരും കർഷകരും തൊഴിലാളികളും തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ചു. രാജ്യത്തെ ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ ലൈഫ് സേവിങ്സ് മുഴുവൻ ഈ കമ്പനികളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും വീടുകളും കൃഷിഭൂമികളും കന്നുകാലികളെയും വിറ്റ് പണമാക്കി ഈ പിരമിഡ് സ്കീമുകളിൽ ഇടുകയും ചെയ്തു. ഗ്രീസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് അൽബേനിയൻ പ്രവാസികൾ തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നാട്ടിലേക്ക് അയച്ച പണം മുഴുവൻ ഈ കെണിയിൽ കൊണ്ടുപോയി ചാടിച്ചു. 1996 അവസാനത്തോടെ അൽബേനിയയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയോളം തുക, ഏതാണ്ട് $1.2 ബില്യൺ ഈ വ്യാജ കമ്പനികളുടെ കൈകളിൽ എത്തിച്ചേർന്നു. രാജ്യം മുഴുവൻ ഒരു തരം കൂട്ടഭ്രാന്തിന് അടിമപ്പെട്ട അവസ്ഥയായിരുന്നു അന്ന്. ഈ വലിയ തട്ടിപ്പ് രാജ്യത്ത് പരസ്യമായി നടക്കുമ്പോഴും പ്രസിഡന്റ് സാലി ബെമിഷയുടെ സർക്കാർ പൂർണ്ണമായി കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു.
ഈ കമ്പനികളുടെ ഉടമസ്ഥർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഭരണകക്ഷിക്ക് വലിയ തോതിൽ രാഷ്ട്രീയ ഫണ്ടിംഗ് നൽകിയിരുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം. 1996 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ പിരമിഡ് കമ്പനികൾ ഭരണകക്ഷിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സ്പോൺസർ ചെയ്തു. സർക്കാർ നിയന്ത്രണത്തിലുള്ള ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഈ കമ്പനികളുടെ പരസ്യങ്ങൾ നിരന്തരം വരികയും പ്രസിഡന്റ് ബെമിഷ തന്നെ പല വേദികളിലും ഈ കമ്പനികളുടെ ഉടമസ്ഥരെ അൽബേനിയയുടെ ഹീറോക്കളായി വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ പണം തികച്ചും സുരക്ഷിതമാണെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അന്താരാഷ്ട്ര നാണയനിധിയും ലോക ബാങ്കും ഈ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും തന്റെ ജനപ്രീതി ഇടിയുമെന്ന് ഭയന്ന് സാലി ബെമിഷ ആ മുന്നറിയിപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞു. ഈ സർക്കാരിന്റെ പിന്തുണ ജനങ്ങൾക്ക് കമ്പനിയിലുള്ള വിശ്വാസം ഇരട്ടിയാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. എന്നാൽ ഒരു പിരമിഡ് സ്കീമിനും ശാശ്വതമായി നിലനിൽക്കാൻ കഴിയില്ല എന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ലളിതമായ നിയമമാണ്. പുതിയ നിക്ഷേപകരുടെ എണ്ണം കുറയുമ്പോൾ പലിശ നൽകാൻ പണമില്ലാതെ ഈ വ്യവസ്ഥിതി തകരും. അൽബേനിയയിലും അത് തന്നെ സംഭവിച്ചു. 1996 ഒക്ടോബറിലും നവംബറിലുമായി പുതിയ ആളുകൾ വരുന്നത് കുറഞ്ഞതോടെ കമ്പനികൾക്ക് പലിശ കൊടുക്കാൻ കഴിയാതെയായി. 1997 ജനുവരി ആദ്യവാരത്തിൽ സുഡ എന്ന പ്രമുഖ കമ്പനി തങ്ങൾ പാപ്പരായതായി പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി മറ്റ് കമ്പനികളുടെ ഓഫീസുകളിലേക്ക് ഇരച്ചു കയറി തങ്ങളുടെ പണം തിരികെ ചോദിച്ചു. ദിവസങ്ങൾക്കകം ഒന്നിനു പുറകെ ഒന്നായി എല്ലാ പിരമിഡ് കമ്പനികളും പൂട്ടിപ്പോയി. തങ്ങളുടെ വീടും പുരയിടവും വിറ്റ പണം, ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യം എല്ലാം വെറും ഒരു പേപ്പർ കഷ്ണം പോലെ ഇല്ലാതായെന്ന് അൽബേനിയൻ ജനത തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ സങ്കടം പെട്ടെന്ന് തന്നെ കടുത്ത അമർഷമായും ഭരണകൂടത്തിനെതിരെയുള്ള ക്രോധമായും മാറി. 1997 ജനുവരി അവസാനത്തോടെ അൽബേനിയയിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. തങ്ങളെ ചതിച്ച കമ്പനികൾക്കെതിരെയും അതിന് കൂട്ടുനിന്ന സർക്കാരിനെതിരെയും തെരുവിലിറങ്ങിയ ജനങ്ങൾ കമ്പനികളുടെ ഓഫീസുകൾ തീയിട്ട് നശിപ്പിച്ചു. തെക്കൻ അൽബേനിയയിലെ വ്ലോറെ എന്ന നഗരമായിരുന്നു കലാപത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സർക്കാർ പോലീസിനെ വിന്യസിച്ചെങ്കിലും ജനങ്ങൾ പോലീസിനെ നേരിടുകയും പോലീസ് സ്റ്റേഷനുകൾ തകർത്ത് അവിടുത്തെ ആയുധങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു. മാർച്ച് മാസമായപ്പോഴേക്കും സ്ഥിതിഗതികൾ പൂർണ്ണമായി കൈവിട്ടു പോകുകയും രാജ്യത്തെ സൈനിക ക്യാമ്പുകൾ കലാപകാരികൾ കയ്യേറുകയും ചെയ്തു. ലക്ഷക്കണക്കിന് AK-47 തോക്കുകളും വെടിയുണ്ടകളും ടാങ്കുകൾ പോലും ജനങ്ങളുടെ കൈകളിൽ എത്തിപ്പെട്ടു. രാജ്യത്തെ സൈന്യവും പോലീസും കൂട്ടത്തോടെ പിരിഞ്ഞു പോവുകയോ കലാപകാരികൾക്കൊപ്പം ചേരുകയോ ചെയ്തു. ഇതോടെ രാജ്യത്ത് ഭരണകൂടം ഇല്ലാതാവുകയും അൽബേനിയ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് വീഴുകയും ചെയ്തു. ജയിലുകൾ തകർക്കപ്പെട്ടു. കൊടും കുറ്റവാളികൾ പുറത്തു ചാടി. കള്ളക്കടത്തു സംഘങ്ങളും മാഫിയകളും നഗരങ്ങളുടെ ഭരണം ഏറ്റെടുത്തതോടെ രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തി. ജീവൻ ഭയന്ന് 10,000-കണക്കിന് അൽബേനിയൻ ജനങ്ങൾ ബോട്ടുകളിൽ കയറി അയൽ രാജ്യമായ ഇറ്റലിയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. സ്ഥിതിഗതികൾ അതിരൂക്ഷമായതോടെ യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ഇടപെടുകയും അൽബേനിയയിലെ ക്രമസമാധാനം തിരികെ കൊണ്ടുവരുന്നതിനായി 1997 ഏപ്രിലിൽ ഇറ്റലിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ആൽബ എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര സൈനിക ദൗത്യം അവിടെ ഇറങ്ങുകയും ചെയ്തു. 7000-ഓളം വരുന്ന വിദേശ സൈനികർ അൽബേനിയയിലെത്തി പ്രമുഖ നഗരങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു. രാഷ്ട്രീയമായി പൂർണ്ണമായി ഒറ്റപ്പെട്ട പ്രസിഡന്റ് സാലി ബെമിഷയ്ക്ക് ഒടുവിൽ രാജിവെക്കേണ്ടി വരികയും തുടർന്ന് നടന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് ക്രമേണ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ജനങ്ങളുടെ കൈകളിൽ ഇരുന്ന ആയുധങ്ങൾ സൈന്യം തിരികെ വാങ്ങി. മാസങ്ങൾ നീണ്ട ആ ഭീകരമായ അരാജകത്വത്തിൽ ഏതാണ്ട് 2000-ലധികം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അൽബേനിയയിലെ പിരമിഡ് തട്ടിപ്പ് കേവലം കുറച്ചു പേരുടെ പണം നഷ്ടപ്പെട്ട ഒരു കഥയല്ല, മറിച്ച് കൃത്യമായ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്ത ഒരു ജനതയെയും അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടത്തെയും എങ്ങനെയാണ് വെറും ഒരു സാമ്പത്തിക മായക്കാഴ്ചയിൽ തകർത്തെറിയാൻ കഴിയുക എന്നതിന്റെ എക്കാലത്തെയും വലിയ മുന്നറിയിപ്പാണ്. കമ്മ്യൂണിസത്തിന്റെ ഇരുട്ടിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്ന ഒരു രാജ്യം വിവേകമില്ലാത്ത തീരുമാനങ്ങൾ കൊണ്ട് സ്വന്തം നാശത്തിന്റെ കുഴി തോണ്ടിയ ചരിത്രം വരും തലമുറകൾക്ക് സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ജാഗ്രതയുടെയും വലിയൊരു പാഠപുസ്തകമായി അൽബേനിയയിലെ ഈ പിരമിഡ് ദുരന്തം ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.